കേരളം ഒരു ദൈക്ഷണിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കൂട്ടത്തിൽ കേരളത്തിലെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ, അതായത് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ വലുതായിട്ടുള്ള ചലനങ്ങളൊന്നും ഇല്ല. കേരളത്തിൻ്റെ ആകെയുള്ള എക്സ്പോർട്ട് കുറച്ച് IT മാത്രമുള്ള എക്സ്പോർട്ടാണ്. മറ്റ് എക്സ്പോർട്ടുകളൊന്നും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. പുതിയ സ്പെഷ്യൽ എക്കണോമിക് സോഴ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ സ്കൂളുകളിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പുറത്തു പോകുന്ന പ്രൊഡക്റ്റുകൾ ഇൻഡസ്ട്രിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മുരടിച്ചു പോകുന്ന വികസനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ട്രാവൻകൂർ ചേംബർ ആൻഡ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ രവിചന്ദ്രൻ നായർ സാറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കും. നന്ദി, നമസ്കാരം. ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാറുമായിട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത്, കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കേരളത്തിൽ വികസനത്തിൽ പുറകോട്ട് പോകുന്നത് ഒരു കുറച്ചു കാലത്തിന് മുമ്പ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ലോകത്ത് എല്ലായിടത്തും വളരെ മാന്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു, നിലവാരം ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു. ഇൻഡസ്ട്രിയുടെ പങ്ക് വിദ്യാഭ്യാസത്തിലോ വിദ്യാഭ്യാസ നയരൂപീകരണത്തിലോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലോ ഒന്നുമേ ഇല്ല. ഇത് നമ്മുടെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു, ഇൻഡസ്ട്രി എങ്ങനെ ബാധിക്കുന്നു? ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്ന പറയും. ഒരു വർഷം ഏകദേശം 50 തൊട്ട് 75,000 പേര് കുട്ടികൾ പുറത്തു പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം ശരിയായിരുന്നെങ്കിൽ ആരെങ്കിലും പുറത്തു പോകുമോ? അപ്പോൾ അവർ പുറത്തു പോകാനുള്ള കാരണം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ രീതി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന സിലബസ്, അത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള തിങ്കിങ് ആയിട്ടുള്ള സിലബസ് അല്ല. ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സിലബസ് അല്ല നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ കുട്ടികളെ കാലാകാലം പഠിപ്പിക്കുന്നു. ജാംബാവിൻ്റെ കാലത്തുള്ള സിലബസ് തന്നെ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ നമ്മൾ സിലബസിൽ മാറ്റം വരുത്തണമെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അത് പഠിച്ചെടുത്തേ പറ്റും. അവർ ഇരിക്കുന്ന നിലവിൽ നമ്മൾ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ചൊക്കെ വരുന്ന കാര്യങ്ങൾ കൂടെ നമ്മുടെ സിലബസിൽ പീരിയോഡിക്കായിട്ട് ചേർത്താൽ മാത്രമേ ആ സിലബസിലുള്ള ചേർക്കുമ്പം കുട്ടികളത് പഠിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ പുറം രാജ്യത്തുള്ള കുട്ടികളായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കുമ്പം കേരളത്തിലെ കുട്ടികൾ പുറകോട്ട് പോകുന്നു. കാര്യം അവരുടെ സിലബസിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് മറ്റു കുട്ടികൾക്കുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പൊതുവെ കേരളത്തിലുള്ള പാരൻസിന് ഒരു തോന്നലുണ്ട്, കുട്ടികളെ പഠിപ്പിച്ച് സർക്കാർ ജോലി വാങ്ങിക്കുക, ബാങ്കിൽ കയറുക, അല്ലെങ്കിൽ നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആക്കുക. അതിനാൽ നമുക്ക് അതാക്കിയ ശേഷം അവർ IAS സിവിൽ സർവീസൊക്കെ കയറാറാണ് പാരൻസിൻ്റെ എപ്പോഴും നമ്മൾ നോക്കുന്ന. പാരൻസിൻ്റെ ഒരു സേഫ്റ്റി മാത്രമല്ല, അവരുടെ എംബിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കുട്ടികളെ കാണാൻ. സേഫ് സൈഡാണ് അവർക്ക് നോക്കുന്നത്. സർക്കാർ ജോലിയുണ്ട്, കുട്ടികളുടെ സെക്യൂരിറ്റി ക്ലിയറായി എന്നുള്ളത്. പക്ഷേ കാലം മാറിയപ്പോൾ എന്ത് പറ്റുന്നു? സർക്കാർ ജോലി കുറഞ്ഞു വരുവാണ്. സർക്കാരിൻ്റെ ജോലി കുറഞ്ഞു വരുന്നു. ബാങ്കിലെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ബാങ്കിൻ്റെ ആൾക്കാർ കുറയുന്നു. അപ്പം ഇപ്പം വന്നിരിക്കുന്ന നമ്മൾ കാണേണ്ടത് നിലവിൽ ലോകത്ത് നടക്കുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ആ മാറ്റം നമ്മൾ സിലബസിനകത്ത് കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ ആ സിലബസ് കൊണ്ടുവരുമ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചെറുപ്പകാലത്ത് പൊതുവേ വീട്ടിലെല്ലാവരും പറയാറുണ്ട്, പ്രൈവറ്റ് ജോബ് എടുക്കരുത്, പ്രൈവറ്റ് സെക്ടറിൽ പോയി ഒരിക്കലും ജോലി ചെയ്യരുത്. കാര്യം നിങ്ങൾ പിഴിഞ്ഞെടുത്ത് കളയും. ജോലി സ്ഥിരതയല്ല, ഏത് സമയത്ത് വേണം പറഞ്ഞയക്കാം. അപ്പോൾ നിങ്ങൾ സർക്കാർ ജോലി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി കയറണമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാലം മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി ജനറേറ്റ് ചെയ്ത പ്രൈവറ്റ് സെക്ടറാണ്. ഇപ്പോൾ IT മേഖല നോക്കുക, ടൂറിസം മേഖല നോക്കുക, ഹോസ്പിറ്റൽ മേഖല, ഇതെല്ലായിടത്തും നമുക്ക് ജോലി സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അവിടെ വേണ്ടി വരുന്ന ഇരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിക്ക് വേണ്ടി വരുന്ന രീതിയിലുള്ള സബ്ജക്ട്സ് സ്കൂളിൽ പഠിപ്പിക്കണം. ആ സബ്ജക്ട്സ് പഠിപ്പിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് തീരുമാനിക്കാം, ഞാൻ ടൂറിസം മേഖലയിൽ പോകുന്നു, അല്ലെങ്കിൽ IT മേഖലയോട്ട് തിരിയുന്നു, അല്ലെങ്കിൽ അവർക്ക് പോകേണ്ട മേഖല അവർക്ക് തീരുമാനിക്കാൻ പറ്റും. കൂടാതെ നമ്മളിപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ ChatGPT വന്നു. ChatGPT വന്നപ്പോൾ എന്ത് പറ്റി? ലെറ്റർ ഡ്രാഫ്റ്റ്, പണ്ട് കുട്ടികൾക്ക് ലെറ്റർ എഴുതാനോ, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്ക് ഇപ്പോൾ ഇല്ല. അവർക്ക് കൈ അക്ഷരം എല്ലാവരും വരുന്ന കൈ അക്ഷരം മോശമാണ്. കാരണം പണ്ട് ഹാൻഡ് റൈറ്റിങ്ങിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അത് പോയി. ഇപ്പോൾ എല്ലാവരും ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നു. സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാ കുട്ടികൾക്ക്. നമുക്കിപ്പം ടൈം ടേബിൾ ഇഞ്ചിപ്പടി എന്ന് പറയും നമ്മൾ, ഡിക്റ്റേഷൻ അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാ, ഗ്രാമർ ഇല്ല, ഒന്നുമില്ല. കാര്യം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു തോന്നലുണ്ട്, ഞാൻ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? കാര്യം എനിക്കിപ്പം ഇത് നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരുന്ന സമയം കളഞ്ഞ് സ്പെല്ലിംഗ് പഠിക്കുന്നത് എന്തിനാണ് ചോദിക്കുന്ന കുട്ടികളുണ്ട്. പണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അവർക്ക് കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അപ്പോൾ കാലം മാറി, ശരിയാണ്. പക്ഷേ ഇതൊക്കെ ചിലപ്പം നമുക്ക് തോന്നും ഒരു കോമൺ സെൻസിന് അല്ലെങ്കിൽ കോമൺ യൂസേജിന് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ സ്കൂൾ മുതലേ ഇത് പഠിപ്പിക്കുക. കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്ന കൊച്ചിലേ മുതലേ മുമ്പ് എന്ത് പറ്റിയിരിക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പ്രഷൻ ബിസിനസ് ചെയ്യരുത്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊന്നും മോശക്കാരാണ്. കാരണം പ്രത്യേകിച്ച് അവർ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ നാട്ടുകാരെ കൊള്ളയടിച്ചുണ്ടാക്കുന്നതാണ്. ഇവരെല്ലാം ആരും ശരിയല്ല എന്നുള്ളതാണ്. ആ ഒരു സാധനം പഴയ കുട്ടികൾക്ക് കൊടുത്തു. അത് ചില വീട്ടിൽ ഇപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിസിനസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കച്ചവട മനസ്ഥിതിയാണ് ജീവിതം മൊത്തം. അപ്പോൾ കച്ചവടക്കാർ പൊതുവെ നല്ല ആൾക്കാരല്ല എന്ന് കൊടുത്ത ഒരു തിങ്കിങ് ആണ് നമുക്ക് പറ്റിയത്. ഇത് മാറിയിട്ട് ലോകം മൊത്തം കുട്ടികൾ ഇപ്പോൾ എൻ്റർപ്രനേഴ്സ് ആവണം. സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്സ് വരുന്നു, സ്വന്തമായിട്ട് പേറ്റൻ്റ് കണ്ടുപിടിക്കുന്നു, കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് പ്രോഗ്രാം ഉണ്ടാക്കുന്നു, കുട്ടികൾ തന്നെ സ്വന്തമായിട്ടിരുന്ന് അവരുടെ വീഡിയോ ഫിലിംസ് ഉണ്ടാക്കുന്നു, അവരുടെ മൊബൈൽ ഫോൺ വെച്ച് പാട്ട് കമ്പോസ് ചെയ്യുന്നു. ആ കാലങ്ങൾ ഇപ്പോൾ ആ കാലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്സിൻ്റെ മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നന്നായി വരയ്ക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ വരയ്ക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. നന്നായി പാടുന്ന കുട്ടിക്ക് നന്നായി പാടാം. ലിറിക്സ് എഴുതാനുള്ള കുട്ടിക്ക് ലിറിക്സ് എഴുതാനുള്ള പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ലിറിക്സ് എഴുതിയെടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കൂടി വരുമ്പം നമ്മൾ സിലബസ് അതിനൊത്ത് മാറണം. ഇപ്പോൾ സിലബസ് വന്ന് എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിൽ കൊണ്ടിടുമ്പം ഇവരെല്ലാം ഇന്ന സബ്ജക്റ്റേ പഠിക്കാമെന്ന് പറയുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അതിന് ഇന്ന സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ക്ലാസ്സിൽ വരും, ഇന്ന സബ്ജക്റ്റ് താല്പര്യമുള്ള കുട്ടികൾ ഈ ക്ലാസ്സിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു ജേർണി ഒന്ന് തിരിച്ചു വിട്ടുകൊടുത്താൽ നമുക്ക് കേരളത്തിൽ പോലുള്ള ഏറ്റവും മിടുക്കന്മാർ കുട്ടികൾ ലോകത്ത് ഒരിടത്തുമില്ല. എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ്. എല്ലാ രീതിയിലും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാണും. എൻ്റെ മോൾക്ക് 2 കുട്ടികളാണ്. ഞാൻ ആ കുട്ടികളുടെ പല കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് പോലും ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നു. കുട്ടികൾ ഭയങ്കര മിടുക്കരാണ്. അവർ എന്ത് പറ്റുന്ന ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ നന്നാക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമുക്കൊരു പ്രോബ്ലം വന്നാൽ കുട്ടിയുടെ കൈ കൊടുത്താൽ കുട്ടി അപ്പോഴേ മൊബൈൽ ഫോൺ ശരിയാക്കി തരുന്നു. അപ്പോൾ അത്രയും ഫാസ്റ്റ് അവർ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന കാര്യം വരുമ്പോൾ എനിക്കൊന്ന് സർക്കാർ, പ്രത്യേകിച്ച് സ്കൂൾ പാഠം പഠിപ്പിക്കുന്ന സർക്കാർ ഈ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ മാറ്റം വരുത്തണം. എന്നിട്ട് സംസ്ഥാനത്തോ അന്യ രാജ്യത്ത് പുറം രാജ്യത്ത് നടക്കുന്ന എന്തൊക്കെയാണ് വികസനം നടക്കുന്നത്, സ്കൂൾ സിലബസിൽ എന്തൊക്കെ മാറ്റം വരുന്നു, ആ മാറ്റങ്ങൾ നമ്മുടെ സിലബസിൽ കൊണ്ടുവരണം. ഇവിടുന്ന് ഒരു കുട്ടിയെ പോലും ഇവിടുന്ന് വേറെ അന്യരാജ്യത്ത് പോയി പഠിക്കാൻ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. കാര്യം അവിടെ പോയി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സർക്കാർ ശ്രീ സഖാവ് ശിവൻകുട്ടി നമ്മുടെ മന്ത്രി നല്ല രീതിയിൽ എഡ്യൂക്കേഷന് നല്ല ഊന്നൽ കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അതിന് സ്കൂളിൻ്റെ എൻവയറമെൻറ്റ് മാറ്റുന്നു. പിള്ളേർക്ക് പഠിക്കാനുള്ള പണ്ട് സർക്കാർ സ്കൂളിൽ പോകാൻ എല്ലാവർക്കും മടിയായിരുന്നു. ഇപ്പോൾ സർക്കാർ സ്കൂളിലൊക്കെ ഹൈ ടെക് സ്കൂൾസായി. അപ്പോൾ ഹൈടെക് സ്കൂൾസ് വരുന്നു. പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾ സർക്കാർ സ്കൂളിൽ വരാൻ തുടങ്ങി. ടീച്ചേഴ്സിൻ്റെ മനോഭാവം മാറിയാൽ മാത്രമേ ഇത് വരുള്ളൂ. ടീച്ചേഴ്സും കൂടെ മനോഭാവം മാറി സിലബസും കൂടെ നല്ല രീതിയിൽ പുതുക്കിയെടുത്താൽ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മളെല്ലാവരും ചോദിക്കും, നമ്മൾ ഒരു സ്കൂളിൽ ആൾക്കാർ ആരാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തെ ആൾക്കാർ രാജ്യം വെയിറ്റ് ചെയ്യുന്നത് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന പാസ്സായി വരുന്ന കുട്ടികളെ കാത്തിരിക്കുകയാണ്. കാരണം രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കുട്ടികളാണ്. അപ്പോൾ അത് എല്ലാവരും പറയില്ല പാരൻസാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ വീട്ടിലെ അപ്പൂപ്പൻ അമ്മമാരൊക്കെ പറയും. ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് ഈ കുട്ടികൾ പഠിച്ചിറങ്ങി രാജ്യത്തെ സേവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇത് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. 20 വയസ്സ് കഴിഞ്ഞിട്ട് 55 വയസ്സ് വരെ ഈ കുട്ടികളുടെ എല്ലാ കാര്യം നോക്കേണ്ട ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇൻഡസ്ട്രിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവർ എന്ത് പഠിക്കുന്നത്? അത് ഇൻഡസ്ട്രി അവർ കൺസൾട്ട് ചെയ്യത്തില്ല. കാര്യം എനിക്കൊന്ന് പൊതുവെ സർക്കാരിൻ്റെ മനസ്സിലൊരു മെൻ്റൽ ബ്ലോക്കുണ്ട്. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്താൽ അത് നാളെ വേറെ രീതിയിൽ പോകും. ഇതിനുടനെ ഒരു മീഡിയ അറ്റൻഷൻ വരും. ഇതിനെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ വേറെ രീതിയിലുള്ളവർ, അതൊന്നും നമ്മൾ നോക്കരുത്. കാര്യം നമ്മൾ നോക്കേണ്ടത് കുട്ടികളെ ഫോക്കസ് ചെയ്യുക. ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയുള്ള ആൾക്കാരെ കൊണ്ട് കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, ടൂറിസം സെക്ടർ ആണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോഴാണ് കുട്ടികൾ നല്ല രീതിയിൽ വികസിക്കുന്നത്. മാത്രമല്ല അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അതിലോട്ട് വരും. ഇപ്പം കേരളത്തിൽ വന്നിരിക്കുന്ന ഈ സർക്കാർ സ്കൂൾ ഒഴിച്ച് ബാക്കി പല പ്രൈവറ്റ് സ്കൂൾസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു. ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ 2 പേര് പഠിക്കാൻ ഗ്രീൻ വാലി സ്കൂളിലാണ്. ഈ ഗ്രീൻ വാലി സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി മൊത്തത്തിൽ വേറെ രീതിയാണ്, വ്യത്യാസമാണ്. കുട്ടികളെ കൊണ്ട് തന്നെ കൊണ്ട് ബസ് കയറ്റുന്നു, ഇതാണ് പോലീസ് സ്റ്റേഷൻ, ഇതാണ് പോസ്റ്റ് ഓഫീസ്, എന്താണ് പോസ്റ്റ് ഓഫീസ്. കുട്ടികൾക്ക് കൊണ്ട് ആ പോയിന്റിൽ കൊണ്ടുപോയിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് കുട്ടികളാണ് പോയി ചാല മാർക്കറ്റിൽ പോയി മറ്റേ പ്രൊവിഷൻ എടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ചെയ്യിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് സർക്കാർ ചെയ്യേണ്ടത് ഈ ഒരു പരിധി വരെ കുട്ടികൾ പഠിച്ചു വരുമ്പം അവരെ ഈ അവധി കാലത്ത് അവർ ഇൻറ്റേൺസ് ആയിട്ട് വിടുക. പക്ഷേ ഏജ് നോക്കുക. കാരണം നമ്മൾ പ്രായം നോക്കി വേണം കുട്ടികളെ വിടാൻ. കാര്യം അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. ചെയ്യാനുള്ള റൂൾ ഉണ്ടെങ്കിലും ആ 16 വയസ്സുള്ള കുട്ടികളെ ഇൻറ്റേൺസ് ആയിട്ട് വിട്ട് കഴിയുമ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. അപ്പോൾ ആ ഫീല് കിട്ടിയിട്ട് അടുത്ത കോഴ്സിന് പോകുമ്പം ഏത് കോഴ്സിലേക്കാണ് ഞാൻ തിരിയുന്നതെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാവും. അവരുടെ ടേസ്റ്റ് അവർക്ക് മനസ്സിലാവും. അവർ ആ ടേസ്റ്റിലോട്ട് മാറും. പിന്നെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പം ജോലി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എല്ലാം പോകും. ഇനി ഇതുപോലെയുള്ള ജോലി ഇനി കാണത്തില്ല. കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ആ പണി ചെയ്യാൻ ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ചാറ്റ് GPT-യിൽ നമ്മളിപ്പോൾ ഒരു കത്ത് അയക്കാൻ ഉദ്ദേശിക്കുന്നു. കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരിക്കും എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ആ ചാറ്റ് GPT അടിച്ച് തരുവാണ്. അപ്പോൾ നമുക്കൊരു ഓഫീസ് സെക്രട്ടറിയുടെ ആവശ്യമില്ല, റിസപ്ഷനിസ്റ്റ് ആവശ്യമില്ല. ഈ സ്മാർട്ട് ഫോൺസ് വന്ന ശേഷം പല ഓഫീസിൽ റിസപ്ഷനിസ്റ്റ് ഇല്ല, പല ഓഫീസിലും ഇപ്പോൾ ഇൻ്റർകോം ഇല്ല. എന്തുകൊണ്ട് ഇൻ്റർകോം ഇല്ല? മൊബൈലിൽ വിളിച്ചാൽ മതി, അങ്ങോട്ട് ഇങ്ങോട്ടും, അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചു കൊടുക്കുന്നു. അപ്പം റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി പോയി, സെക്രട്ടറിയുടെ ജോലി പോയി, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോബില്ല. മൊത്തം നമ്മുടെ സ്വന്തമായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ എന്തിനാ ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കുന്നത്? അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് സ്കീം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻസെൻറ്റീവ് സ്കീമിൽ എടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് EPF-ഉം ESI രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്ക് 15,000 രൂപ വരെ ഉള്ള ഇതുണ്ടെങ്കിൽ അതിൻ്റെ 50% ഈ എംപ്ലോയിക്ക് തന്നെ കിട്ടും. ഒരു 6 മാസം കൊണ്ട് എംപ്ലോയറിന് 3,000 രൂപ വെച്ച് കിട്ടും. അപ്പം ആൾക്കാരെ നമുക്ക് കൂടുതൽ എടുക്കാനും നമ്മൾ ഇൻസെൻറ്റിവൈസ് ചെയ്തിട്ട് ആ പീരീഡിൽ നമുക്ക് ഇപ്പം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ കുട്ടികളായിരിക്കും നമ്മൾ അവരെ എടുത്തു കഴിയുമ്പം അതിൽ നല്ല കുട്ടികളോടെ എടുക്കുമ്പോൾ ഇൻസെൻറ്റിവൈസ് ചെയ്ത് അപ്പോൾ 2 വർഷം സെൻട്രൽ ഗവൺമെൻറ് തന്നിരിക്കുക. അപ്പോൾ 2 വർഷത്തിനകത്ത് നമുക്കിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്ത് വരും. അപ്പോൾ നമുക്കറിയാം എത്ര വിജയിച്ചിട്ടുണ്ടോ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വിജയിക്കുന്നുള്ളതാണ്. അപ്പം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത്, എനിക്കിപ്പം എപ്പോഴും ഇത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളെ മിനിസ്റ്ററായിട്ടുള്ള ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തെ നല്ല രീതിയിൽ ദീർഘവീക്ഷണമാണ്. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ CBSE സ്കൂളുകളിൽ ഇൻഡസ്ട്രിക്ക് ഡയറക്റ്റായിട്ട് ചില വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയിട്ട് അവരെ കൂടുതൽ ഈ കാര്യത്തിലോട്ട് അവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പോകാൻ. ഇല്ല, ഇത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സ്കൂളാണ്. സെൻട്രൽ സ്കൂള് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നാഷണൽ സിലബസ് മാറുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാറ്റമുണ്ട്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉള്ളത്. എനിക്ക് തോന്നുന്നു 1 India 1 പോളിസി ആയിരിക്കണം എപ്പോഴും. ഇപ്പോൾ നമ്മൾ 1 India 1 GST പോലെ 1 India 1 എഡ്യൂക്കേഷൻ പോളിസി വന്നാൽ അത് സ്റ്റേറ്റ് ആവട്ടെ സെൻട്രൽ ആവട്ടെ എല്ലാവർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാനും ഒരേ രീതിയിലായിരിക്കും അവർക്ക് ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഒരു സാധ്യത കൂടാനുള്ള സാധ്യതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാധ്യത നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മളെല്ലാവരും കൂടെ, എനിക്കൊന്ന് സർക്കാർ മാത്രമല്ല, സർക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ, ഉദ്യോഗസ്ഥർ, അതിനാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്,
എല്ലാവരും കൂടെ ഒത്തു കൈ കോർത്താൽ നമുക്ക് തീർച്ചയായിട്ടും കേരളം ഒരു നല്ല ഒരു സംസ്ഥാനം. നമുക്ക് വേൾഡിലെ ഏറ്റവും നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളം ഷുഡ് ബി ദി വേൾഡിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ലോകത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആവേണ്ട കേരളമാണ്. ഏത് സ്ഥലത്ത് ആളിന് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ കത്തയച്ചാൽ അതിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ലോകത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചായി മാറേണ്ട ഒരു സാധ്യത നമ്മൾ കളയാതെ നമ്മൾ അടിയന്തരമായിട്ട് മാറ്റം വന്നാൽ കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് സാധനമേ കാണത്തില്ല. ഈ സ്കൂളുകളും ചേംബറുമായിട്ട് ഡയറക്റ്റായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മെക്കാനിസം അല്ല, ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറായി വരുവാണെങ്കിൽ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, CII, ചേംബർ ഓഫ് കോമേഴ്സ് എല്ലാവരും ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, കാരണം ഞങ്ങൾക്ക് ആൾക്കാരെ കിട്ടും. ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് വേണ്ടി വരുന്നത് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എത്ര പഠിത്തം ഉണ്ടെങ്കിലും നിങ്ങളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. നമുക്ക് ആറ്റിറ്റ്യൂഡ് മാത്രം നന്നായിരുന്നാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ആറ്റിറ്റ്യൂഡിൽ മാത്രം നമുക്ക് ആറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്താൽ അവർ ഹാർഡ് വർക്കിംഗ് കൂടെ ആണെങ്കിൽ കൂടെ നോളജും കൂടെ കയറി വരുമ്പം എല്ലാം ഒത്തു വന്നു. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള